ഓൾമോസ്റ്റ് നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ നല്ല പ്രീമിയം ലുക്ക് തന്നെ കേട്ടോ. സീറ്റ് ആയാലും ഇന്റീരിയർ ആയാലും ഇന്റീരിയറൊക്കെ നല്ല രസം കേട്ടോ കാണാൻ. നല്ലൊരു ഫുള്ള് കളർ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ടെമ്പോ ട്രാവലറൊക്കെ വിളിച്ച് പോണേക്കാൾ നല്ലത് അങ്ങനത്തെ ഒരു ബസ്സിലൊക്കെ ചൂസ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുക. കാരണം മെയിനായിട്ട് നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഡാൻസ് നിർബന്ധമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടി എന്ന് വെച്ചാൽ ഡാൻസിനും ഇതിനൊക്കെ നല്ല സ്പേസ് ഉണ്ട്. അല്ല ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു 24 സീറ്റിൽ നല്ല ഹെവി വർക്ക് ചെയ്തൊരു മാർക്കോ പോളോ. അപ്പോൾ ഇത് നമ്മളെ കൂട്ടുകാരൻ്റെ വർക്ക് തന്നെയാണ്, അല്ല കൂട്ടുകാരനെ ഓടിക്കുന്ന വണ്ടി തന്നെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം. നമ്മൾ ഈ ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഫാമിലി ട്രിപ്പൊക്കെ പോകുമ്പോൾ എല്ലാവരും നോക്കുക നല്ല വർക്കുള്ള വണ്ടി, നല്ല സൗണ്ട് സെറ്റിങ്സ് ഉള്ള വണ്ടി, അതേപോലെ 4 ആളെ ഇടയ്ക്ക് കൊണ്ടായാൽ എല്ലാവരും നോക്കണ വണ്ടി, അങ്ങനെയൊക്കെയാണ്. ഈ ഒരു വണ്ടി ആ ഒരു ഇനത്തിൽ പെടും കേട്ടോ. കാരണം ഇതിൻ്റെ വർക്ക് പറഞ്ഞാൽ നല്ല സൗണ്ട് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അമ്മാതിരി ഹെവിയാണ്. ഇതാണ് നമ്മളെ കമ്പനിക്കാരന് ഇവൻ പോണ വണ്ടിയാണിത്. അപ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകതകളൊന്ന് പറഞ്ഞു കൊടുക്കാം. ഇത് എത്ര സീറ്റാണ്? ഇത് ടാറ്റയുടെ മാർക്കോ പോളോ 24 സീറ്റ് വണ്ടിയാണ്. പിന്നെ 24 സീറ്റ് വണ്ടി, 24 സീറ്റ്. ഇത് പ്ലസ് രണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യാം. പിന്നെ ഇതിന്റെ ഓണർ ആരാ? ഓണർ നമ്മളെ യാസർ നമ്മൾ അതിന്റെ സുഹൃത്ത് തന്നെയാണ്. പിന്നെ ഇതിലെങ്ങനെ പിന്നെ സൗണ്ട് സെറ്റിങ്സ് ഒക്കെ എങ്ങനെയാണ്? സൗണ്ട് എല്ലാ ഇന്റീരിയലും ഒക്കെ എല്ലാ സെറ്റും ആക്കിയാണ് നമ്മള് കൊല്ലം BRS സൗണ്ടുകാര്. BRS സെറ്റിങ്സ് പറഞ്ഞാല് കുറെ പ്രഗത്ഭരായ ബസ്സുകളൊക്കെ ചെയ്തിട്ടുള്ള സെറ്റിങ്സ് ആട്ടോ BRS. നമ്മളെ വളാഞ്ചേരി BRSന്റെ സൗണ്ട് സെറ്റിങ്സ് ഉണ്ട്. വേറെ വളാഞ്ചേരി ഇവിടെ എടുത്തൊന്നുമില്ല, കൊല്ലം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ വണ്ടിനെ കുറിച്ചിട്ട് കുറെ ആൾക്കാർക്ക് കുറെ ഡൗട്ടുകളുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഈ വണ്ടി എയറാണെന്ന് വിചാരിച്ചിട്ടില്ല. ഞാൻ അതിന്റെ ഉള്ളിൽ കയറുമ്പോഴല്ല നല്ല രസമുണ്ട്, നല്ല സുഖമുണ്ട് യാത്ര ചെയ്യാൻ. എന്റെ വിചാരം ഇത് സാധാ പിന്നെ മറ്റേ ഇതില്ലേ വീലില് എന്താണ് എന്താണ് പറയാ, അല്ലടാ മറ്റേ നമ്മള് ലീഫാണെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് ഭയങ്കര സുഖം ഇതിന്റെ ഉള്ളിൽ യാത്ര ചെയ്യാൻ കേട്ടോ. നല്ല ഒരു കുത്തിക്കുലിക്കില്ല, നമ്മൾ 49 സീറ്റ് എയർ ബസ്സിൽ യാത്ര ചെയ്യണ പോലെ. അപ്പൊ ഇതിന്റെ ഉള്ളിലത്തെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് വണ്ടി ഒന്നാമത് നമ്മളെ ട്രാവലറും ഇതിനെക്കാട്ടിലൊക്കെ നല്ല വിസ്തീർണവും നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാനും ഡാൻസ് കളിക്കുന്നവർക്ക് ഡാൻസ് കളിക്കാനൊക്കെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളും കിട്ടും. അത് നല്ലൊരു ഇതാണ്. കാരണം നമ്മൾ ടൂർ എന്ന് പറഞ്ഞാല് നമ്മള് അപ്പൊ ഒരു ഫാമിലിയിൽ കുറെ കുട്ടികളുണ്ടാവും, അതേപോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ നമുക്ക് എന്തായാലും ഡാൻസ് കളിക്കാൻ ഇതിനൊക്കെ നമ്മള് പറ്റിയൊരു വണ്ടിയാണ്. പിന്നെ നെയിം ബോർഡിലെ ഉള്ളില് പറഞ്ഞാല് പുറത്തത്തെ വർക്ക് എന്താ? പുറത്ത് നെയിം ബോർഡ്, പിന്നെ ടോപ്പ് ലൈറ്റ്, പിന്നെ ഇവിടെ കാര്യങ്ങളും, പിന്നെ അണ്ടർ ബോഡി ലൈറ്റ് എല്ലാ സെറ്റപ്പും ഉണ്ട്. പിന്നെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ പുറത്തു വരുമ്പോ നല്ല സൗണ്ടിലല്ല പാട്ടിട്ട് വന്നിന്. പുറത്തേക്ക് വോക്കലുണ്ട്. പുറത്തേക്ക് സ്പീക്കർ കൊടുത്തിട്ട് വണ്ടി വരുമ്പോ തന്നെ 1 കിലോമീറ്റർ പാർട്ടിക്കാർക്ക് നമ്മള് എൻട്രി കൊടുക്കുമ്പോ നമ്മള് വോക്കല് നെയിം ബോർഡ് എല്ലാ സെറ്റപ്പും വേണം വണ്ടിക്ക്. അപ്പൊ നല്ല അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്ത സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളില് നോക്കുമ്പോ ഉള്ളില് മറ്റേ ഡോട്ട് ലൈസർ, സ്മോക്കർ, അവരുടെ സ്പീക്കർ, എല്ലാ സൗണ്ടൊക്കെ അത്യാവശ്യത്തിന് കുഴപ്പമില്ല. പാർട്ടിക്കാർക്ക് ഒരു കസ്റ്റമർ വന്നാലും ഇത് പോരാ, വണ്ടി പോരാന്ന് പറയില്ല. അങ്ങനത്തെ ഒരു വർക്കൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ ഫീൽഡിൽ, ഈ ഒരു ഫീൽഡിൽ കുറച്ചൊക്കെ വർക്ക് വേണം, എന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റുക. ഇപ്പൊ എല്ലായിടത്തും കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട് ഓട്ടം കാര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? ഓട്ടങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. ഇത് ഇന്നലെ എവിടെ പോയി നിന്നു? ഇന്നലെ മൂന്നാർ പോയ വണ്ടിയാണ്. ഇന്നലെയും മിഞ്ഞാന്ന് മൂന്നാറ്. വണ്ടിയൊക്കെ ഓൾമോസ്റ്റ് സെറ്റപ്പ് ആണ്. പിന്നെ ഇനിയിപ്പോ ഇതിപ്പോ ഗ്രാഫിക്സ് കൂടി വന്നാൽ വേറെ ലെവലാവൂലേ? നമ്മള് വണ്ടിന്റെ ഉള്ളില് പറഞ്ഞാല് ഇന്റീരിയർ ഇതാണ്, ഇങ്ങനൊക്കെ തന്നെ സെറ്റപ്പ്. പിന്നെ സൗണ്ടിലാണ് നല്ല പ്രാധാന്യം. നമ്മള് അവരുടെ സ്പീക്കറാണ് സൗണ്ട്. അവരുടെ സ്പീക്കറിന്റെ പ്രത്യേകത നല്ല സൗണ്ടും നല്ല ക്ലാരിറ്റി അടി വേറെ കണ്ട് സ്പീക്കറിന്റെ സൗണ്ട് തന്നെ അത്യാവശ്യം ഉണ്ടാവും. പിന്നെ പഞ്ച് ബോക്സ് പൈനിയർ തന്നെയാണ്. സൗണ്ട് ഞാൻ കേട്ടു. നമ്മൾ പുറത്തുനിന്ന് വരുമ്പോ എല്ലാരും നോക്കുന്നുണ്ട് വോക്കലൊക്കെ ഇട്ട് വരുമ്പോഴേ. അപ്പൊ എത്ര വർഷം ഇതില്? ഞാനിപ്പോ വണ്ടി എടുത്തിട്ട് 2 വർഷമാണ്. നമ്മളിതിന് മുന്നേ നമ്മള് കളേഴ്സ് ഗ്രൂപ്പ് തന്നെ ആയിരുന്നു. ഈ ഗ്രൂപ്പ് തന്നെ നൈസ് വർക്കിംഗ്, അധികം അലമ്പില്ല, എന്നാ ഫുള്ള് നല്ല നൈസ് വർക്കും